ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൊക്കോ ലെമൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് 7 മന്ത് ഓഫ് പ്രഗ്നൻസി, അതായത് ഗർഭകാലത്തിൻ്റെ 7ാമത്തെ മാസത്തെക്കുറിച്ചാണ്. ഈ മാസത്തിൽ അമ്മയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, കുഞ്ഞിൻ്റെ വളർച്ച, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നന്ദന. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ആദ്യമായിട്ട് അമ്മയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ബാക്ക് പെയിൻ ആണ്. നിങ്ങളുടെ കുഞ്ഞാവ വളരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ബാക്ക് പെയിൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുവാനും അതുപോലെ തന്നെ സപ്പോർട്ടായിട്ടുള്ള പില്ലോസ് യൂസ് ചെയ്യാനും മറക്കരുത്. രണ്ടാമത്തേത് സ്വെല്ലിംഗ് ഇൻ യുവർ ഫീറ്റ് ആൻഡ് ആങ്കിൾസ്, അതായത് നിങ്ങളുടെ പാദങ്ങളിലും കാൽപാദങ്ങളിലും അതുപോലെ തന്നെ കണ്ണങ്കാൽ എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥലത്തും നീര് വരാനായിട്ട് ഈ സമയത്ത് സാധ്യതയുണ്ട്. ഇത് പ്രഗ്നൻസിയിൽ കാണപ്പെടുന്ന കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് കാലുകൾ നീട്ടി വെച്ചിരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുന്നത് കൊണ്ടും ഒരുപാട് നേരം നിൽക്കുന്നതും അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾക്ക് ഈ സ്വെല്ലിങ് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തേത് ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻസ് ആണ്. ഈ കൺട്രാക്ഷൻസ് ഇടയ്ക്കിടെ ഗർഭകാലത്ത് വരുന്ന ഒരു കൺട്രാക്ഷനാണ്, പ്രത്യേകിച്ച് 3ാമത്തെ ട്രൈമസ്റ്ററിൽ. ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അൺകംഫർട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ റിലാക്സ് ആയിരിക്കുവാനും അതുപോലെ തന്നെ ഡീപ്പ് ബ്രീത്ത് എടുക്കുവാനും ധാരാളം വെള്ളം കുടിക്കുവാനും മറക്കരുത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു പരിധിവരെ ഈ കൺട്രാക്ഷൻസ് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നാലാമത്തേത് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ആണ്. അതായത് നിങ്ങളുടെ യൂട്രസ് വളരുന്നത് കൊണ്ട് തന്നെ യൂട്രസിൽ നിന്നുള്ള പ്രഷർ ലങ്സിലോട്ട് പോകുന്നു. ഇത് കാരണം നിങ്ങൾക്ക് ബ്രീത്തിങ്ങിൽ ഒരു പ്രോബ്ലം വരുന്നതായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. എക്സസൈസ് എടുക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ കാമായിട്ട് ഇരിക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ആശ്വാസം ലഭിക്കുന്നതാണ്. അഞ്ചാമത്തേത് മൂഡ് സ്വിങ്സ് ആണ്. ഹോർമോണിൽ വരുന്ന ചേഞ്ചസ് കാരണം നിങ്ങൾക്ക് ഈ സമയം മൂഡ് സ്വിങ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ റിലാക്സ് ആയിരിക്കുക, അതുപോലെ തന്നെ സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് പ്രയോറിറ്റി നൽകുക. ഇപ്പം നമ്മൾ അമ്മയിലുണ്ടാകുന്ന മാറ്റങ്ങളും അതിനുള്ള പരിഹാരങ്ങളും കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഫീറ്റൽ ഡെവലപ്മെൻറ്റ് എന്തോരായെന്ന് നോക്കാം, അതായത് കുഞ്ഞിൻ്റെ വളർച്ച. ഒന്നാമത്തേത് വെയിറ്റ് ആണ്. കുഞ്ഞിന് ഈ സമയം ഒരു 2 മുതൽ 3 പൗണ്ട് വരെ വെയിറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ സമയത്ത് കുഞ്ഞിന് ഫാറ്റ് ലെയർ ഫോം ആയിട്ടുണ്ടാകും. രണ്ടാമത്തേത് കുഞ്ഞിൻ്റെ നീളമാണ്. ഈ സമയം കുഞ്ഞിന് 14 മുതൽ 15 ഇഞ്ച് വരെ നീളമുണ്ടായിരിക്കുന്നതാണ്. ഈ സമയം കുഞ്ഞ് വേഗത്തിൽ വളരുവാനും വേഗത്തിൽ ഓരോ അവയവങ്ങളും മറ്റും ഡെവലപ്പ് ആവാനും സാധിക്കുന്നതാണ്. മൂന്നാമത്തേത് ഹാസ് ഡെവലപ്ഡ് ഫാറ്റ് ലെയർസ്. ഈ സമയത്ത് കുഞ്ഞിന് ഒരു ഫാറ്റ് ലെയർ ഫോം ആയിട്ടുണ്ടാകും. ഇത് കുഞ്ഞിനെ ജനനശേഷം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുഞ്ഞിനെ സഹായിക്കുന്നു. നാലാമത്തേത് ക്യാൻ റെസ്പോണ്ട് ടു സ്റ്റിമുലൈ, അതായത് ഈ സമയത്ത് കുഞ്ഞിന് ടച്ചിനോടും അതുപോലെ തന്നെ സൗണ്ടിനോടും ലൈറ്റിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ് വന്നിട്ടുണ്ടായിരിക്കുന്നതാണ്. അഞ്ചാമത്തേത് ഈസ് പ്രാക്ടീസിങ് ബ്രീത്തിങ് ആൻഡ് സക്കിങ്, അതായത് കുഞ്ഞ് ഈ സമയത്ത് ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് തന്നെ സക്ക് ചെയ്യാനും അതുപോലെ തന്നെ ബ്രീത്ത് ചെയ്യാനൊക്കെ കുഞ്ഞ് ഈ സമയത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കുന്നതാണ്. ഈ സ്കില്ലൊക്കെ കുഞ്ഞ് ഈ സമയം അച്ചീവ് ചെയ്തിട്ടുണ്ടാകും. സെഗ്മെൻറ്റ് നമ്പർ 3, ടിപ്സ് ആൻഡ് പ്രിക്കോഷൻസ്. എന്തൊക്കെ ടിപ്സാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് നോക്കാം. 1. അറ്റൻഡ് പാരൻ്റൽ അപ്പോയിൻമെൻറ്റ്സ് റെഗുലർലി, അതായത് റെഗുലർ ചെക്കപ്പ് ഡോക്ടർ പറഞ്ഞ സമയത്ത് തന്നെ ചെല്ലാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞ സമയത്ത് തന്നെ സ്കാൻ ചെയ്യുവാനും ശ്രദ്ധിക്കൂ. ഇത് കുഞ്ഞിൻ്റെ കറക്റ്റ് ഡെവലപ്മെൻറ്റ് മോണിറ്റർ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. 2. ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്. ഓൾ ഫുഡ്സ് കഴിക്കുവാനും വെജിറ്റബിൾസും ഫ്രൂട്ട്സും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡോക്ടർ നൽകിയിട്ടുള്ള അയൺ ടാബ്ലറ്റ്സും കാൽഷ്യവും കഴിക്കുവാനും മറക്കരുത്. കൂടാതെ ഒമേഗ 3 ഫാറ്റി ആസിഡ് പോലുള്ളവ അടങ്ങിയിട്ടുള്ള ഫുഡ്സും കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. 3. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആണ്. ധാരാളം വെള്ളം ഈ സമയത്ത് കുടിക്കുക. ഇത് നിങ്ങൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാതെ തടയുവാനും കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനും ഹെൽപ്പ് ചെയ്യുന്നു. 4. ഗെറ്റ് എനഫ് റെസ്റ്റ് ആണ്. നിങ്ങൾക്ക് വേണ്ട സമയത്ത് ബ്രേക്ക് എടുക്കുവാനും അതുപോലെ തന്നെ നന്നായി ഉറങ്ങുവാനും ഈ സമയത്ത് ശ്രദ്ധിക്കുക. 5. പ്രിപ്പയർ ഫോർ പാരൻറ്ഹുഡ്, അതായത് ഇനി കുഞ്ഞ് വരാനായിട്ട് അധികം നാളൊന്നുമില്ല. അതുകൊണ്ട് വരാൻ പോകുന്ന കുഞ്ഞിനെ വരവേൽക്കാനായിട്ട് നിങ്ങൾ തയ്യാറായി ഇരിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീട്ടിലുള്ള മുതിർന്നവരോട് അഭിപ്രായം ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്.
കുഞ്ഞുങ്ങളെ പറ്റിയിട്ടും അവരിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഡിസീസിനെ പറ്റിയിട്ടും ന്യൂബോൺ ബേബീസിനെ പറ്റിയിട്ടും പ്രഗ്നൻസിയെ പറ്റിയിട്ടും ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഓരോ വീഡിയോസും നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനിയും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് കൊക്കോ ലെമൺ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്.